ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വൈബാണ് കേട്ടോ. നല്ല കിളികളുടെ ഒച്ചയുണ്ട്, കാക്കകളുടെ കരച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വോയിസ് ശരിക്കും കൊടുക്കാണ്ടാണ് കേട്ടോ. പിന്നെ അല്ലാതെ ചില്ലറ വണ്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ വോയിസ് കൊടുക്കാത്തത്. അപ്പോൾ കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട്, കച്ചവടത്തിനൊക്കെ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നീച്ചപ്പോൾ ഒരു ചെറിയൊരു ഉഷാറില്ലായ്മ വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്താലോ വിചാരിച്ചിട്ട് അങ്ങനെ മൊബൈലൊക്കെ എടുത്ത് ആദ്യം തന്നെ കുറച്ച് നേരം വിളിച്ചാമത്തെ വൈബൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ ഇന്നത്തെ ചായയുടെ കടി എന്താ? ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ ചൂടാനുള്ള പരിപാടിയാണ്. ഒക്കെ ചായ കുടിക്കാണ്ടാണ് പോയിക്കണം. വെറും ഒരു കാലിച്ചായ കുടിച്ച് കട്ടൻ ചായ കുടിച്ച് അങ്ങനെ പോയി കേട്ടോ കച്ചവടത്തിന്. അങ്ങനെ ദോശ ചുടുകയാണ്. എന്താ പറയുക, ദോശയ്ക്ക് കറി ചട്നി അല്ല കേട്ടോ, നാളികേരമൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കൂട്ടാൻ വയ്ക്കുക. ഉണ്ണിമോൾക്ക് വെച്ചെങ്കിൽ ചട്നി ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ചട്നി ഉണ്ടാക്കി അവൾ കൂട്ടില്ല, പഞ്ചസാര കൂട്ടിയിട്ട് അവൾ കഴിക്കുക. അപ്പോൾ പിന്നെ നാളികേരം ഒന്ന് പിശിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടു. പക്ഷേ വെച്ചത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ വേണോ വേണ്ടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. ചെറിയൊരു മടി, നീച്ചപ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. കച്ചവടത്തിന് പോകണതൊക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ നീച്ചൊന്നുമില്ല കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് നീച്ചു നേരത്തെ നീച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നീച്ചത്. ഒരു 5:30 ആയിട്ടുണ്ട്. 5 മണിക്ക് നീച്ചേക്കുന്നു. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചൊന്നുമില്ല. ഒരു ലേശം കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടൊന്നും വിളിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കോട്ടെ, ക്ഷീണമൊക്കെ അല്ലേ, അതൊക്കെ കാരണമാവും വിളിക്കാഞ്ഞത്. പണിയല്ലേ, നേരം വെളുത്ത അന്ത്യോളം ഈ പണിയും പിന്നെ മൊബൈലും എഡിറ്റ് ചെയ്യലും കുറേ കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങണത്. അപ്പോൾ അതൊക്കെ തന്നെ അവൾക്ക് വിളിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ നീച്ചപ്പോൾ ഉണ്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ സാരില്ല, കുറച്ച് നേരം കിടന്നോന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ അവിടെ ഇങ്ങനെ ചൂടുന്നുണ്ട്, തീ കുറച്ചിട്ടേക്കുക. അപ്പോൾ ലേശം ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവും വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അങ്ങനെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് വീഡിയോയിൽ തന്നെ ഓരോ പണികളുടെ ഇടയിൽ തന്നെ ഞാൻ വിശേഷങ്ങളൊക്കെ പറയട്ടെ. ഇന്നലെ ഞാൻ തറവാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ ചോദ്യങ്ങളും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. കുറേ അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരെന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ വീഡിയോയിൽ കൂടെ തരാച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ എടുത്തേക്കുന്നത്? സോയാബീനാണ്. കുട്ടികൾക്ക് തന്നെ വേണ്ട, വേറെ ഒന്നും വേണ്ട. കൂട്ടാൻ ഞങ്ങൾ മേടിച്ചുകൊണ്ട് ഉമ്മച്ചിയെ സോയാബീൻ ഉണ്ടാക്കിയിട്ടായോ, നന്നായി മൊരിയിച്ചിട്ട് ഉണ്ടാക്കിയിട്ടായോ എന്ന് പറയണേ. അപ്പോൾ ഇനി ഇത് തന്നെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് കഴിഞ്ഞു, ഇനി ഇത് മേടിച്ചിട്ട് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സോയാബീൻ നന്നായി മൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ നല്ലത് തന്നെയാണ് ഈ സംഭവം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിച്ചാൽ നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ ഉണ്ണിമോള് നീച്ചു. കുഞ്ഞോള് എന്നാണ് വരുന്നത്. കുഞ്ഞോള് ഇവിടെ ഉണ്ടേ, അതാണ് എപ്പോഴും കുഞ്ഞോള് വരുന്നത്. അപ്പോൾ അവരൊക്കെ ട്യൂഷന് പോയിക്കുക രണ്ടാളും. അപ്പോൾ അവൾ നീച്ച് 1.5 ദോശ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ദോശയും പിന്നെ അതിൻ്റെ ഒരു പകുതി. അപ്പോൾ ഞാൻ പറഞ്ഞു 2 എടുക്കടി എന്ന് പറഞ്ഞു. അവൾ എന്നെ എടുക്കാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഗ്രീൻ പീസ് ഒന്നും എടുക്കണില്ല, ചാറ് ഉള്ളത് മുക്കി എടുത്തിട്ട് കഴിക്കുക കേട്ടോ അവൾ. അങ്ങനെ അത് എടുത്ത് കൊണ്ടുപോയി ഫോൺ വേണം അമ്മച്ചിക്ക്, ഫോൺ തരുമോ എന്നൊക്കെ പറയുക. അപ്പോൾ ഞാനും കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തു. നമ്മുടെ പൂച്ചത വന്നിരിക്കുന്നുണ്ട്, അവനുള്ള മീനൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ കരഞ്ഞും കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എല്ലാവരും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കലാണ് സുഡുവിന് പണി. അപ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ സുഡുവിന്. എല്ലാവരും മേലിൽ കൂടെ മുട്ടൊരിഞ്ഞ് ഇങ്ങനെ നടക്കും. പിന്നെ എന്താ, നിങ്ങളോടൊക്കെ കറണ്ട് ബില്ല് വന്ന ഗൈസ്? ഇവിടെ കറണ്ട് ബില്ല് വന്നു. ആദ്യമായിട്ട് ഇത്ര ബില്ല് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം, ഒക്കെ ചെയ്തു തരാം. ഒക്കെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതിയിട്ടാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാനിതിൽ പറഞ്ഞു തരാം. കറണ്ട് ബില്ല് ഇങ്ങനെ വന്നിട്ടില്ലേ? AC ഇട്ട് കിടക്കുമ്പോൾ, വേനൽക്കാലത്ത് AC ഇട്ട് കിടക്കുമ്പോൾ ഇത്ര ബില്ലായിട്ടില്ല. ആകെ 800 ചില്ലറ അങ്ങോട്ട് ആയിട്ടുള്ളൂ. ഇതിപ്പോൾ AC ഇടാണ്ട് ഈ നിലയ്ക്ക് ഇങ്ങനെ ബില്ല് വന്നതാണ് ഇക്കാക്കൊക്കെ അതിശയം കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ നീച്ചു. കുഞ്ഞോളേനെ ഇട്ടിട്ട് ഫൈസി ഓരോന്നും കാണിക്കുന്നുണ്ട്. കാലിൻ്റെ അടിയിൽ കിക്കിളി വെക്കുക, അവളുടെ മേലിൽ കിടന്ന് ഉരുള്. സന്തോഷം കൊണ്ട് അവനെ ഫസ്റ്റ് നീച്ചത്, അതിൻ്റെ സന്തോഷം കൊണ്ട് അവളേനെ ഇട്ട് ഇതാക്കല പണിയിട്ടാണ്. അപ്പോൾ ഇക്കാട് ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും, എന്താ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്, കുട്ടികളെ കാണാനായിട്ടൊക്കെ ഉപ്പ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഉപ്പാട് ഞാൻ വരുമ്പോൾ ചോദിക്കും, ചായ കുടിച്ച് ഉപ്പ, ചായ തരട്ടെ, ദോശ തരട്ടെ എന്നൊക്കെ ചോദിക്കും. ഉപ്പാക്ക് വേണ്ട.
ഇപ്പോൾ ഒന്നും കഴിക്കില്ല. ഉപ്പാക്ക് രാവിലെ സുബഹിക്ക് നീച്ച് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ എടുത്ത് ഒരു റസ്ക് മുക്കി തിന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ പിന്നെ ചായയുടെ കടിയൊക്കെ കഴിക്കുക. അങ്ങനെ ഉണ്ണിമോളനെ കടയ്ക്ക് പറഞ്ഞയച്ചതാണ്. അപ്പോൾ എനിക്ക് പുളിച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചു കൊടുന്നു. അവർക്ക് 2-3 മെലഡി മോരൂട്ടം വെക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും മോരൊക്കെ മേടിക്കാൻ പോയതാണ്. പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അതും മേടിച്ചു കൊടുന്നു. അപ്പോൾ മുട്ടായി പങ്കുവയ്ക്കലാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പല്ലേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്ക് ചായ കൊടുക്കണം. മുട്ടായി കണ്ടാൽ പിന്നെ ചായ കുടിക്കില്ല. എന്തൊരു ഇഷ്ടമാച്ചിട്ട് ഇങ്ങനെ മുട്ടായി തിന്നിട്ട് ഇങ്ങനെ. ഞാൻ എപ്പോഴും പറയും മുട്ടായി തിന്നണ്ട, വലുതായി കഴിഞ്ഞാൽ പല്ല് വേദനിച്ചിട്ട് നല്ല വേദന ഉണ്ടാവും, പല്ല് കേട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാലും അവർക്ക് മുട്ടായി വേണം. അങ്ങനെ അവരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ആ തിക്കും തിരക്ക് അങ്ങോട്ട് എടുക്കണ്ട വെച്ചിട്ടായിരുന്നു. ഭയങ്കര തിക്കും തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ പിന്നെ കറണ്ട് ബില്ല് ഇത് കഴിഞ്ഞിട്ട് കാട്ടിയത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ കാട്ടി തന്നാൽ പിന്നെ ഈ ചായ കുടിക്കൽ നടക്കില്ല. ആകെ 2-3 ദോശ എടുത്തത് പിന്നെ ആ കറണ്ട് ബില്ല് കണ്ടു കഴിഞ്ഞാൽ ആ വിശപ്പൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ബിസ്ക്കത്തര കേട്ടോ. എവിടെ ലേറ്റ് ഇടാൻ സമ്മതിക്കില്ല. ഇക്ക ആയാലും അതെ, ഞാനും ആയാലും അതെ കേട്ടോ. ഒക്കെ പോയി ഓഫ് ചെയ്യും. ഫാൻ ഇടലൊക്കെ കുറച്ചു. അല്ലെങ്കിൽ ഇപ്പോഴും തുടയ്ക്കുമ്പോൾ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാൻ ഇടും കേട്ടോ. എന്താ വെച്ചാൽ വഴിക്ക് വീഴുവേ, ടൈലല്ലേ, എവിടെയെങ്കിലും തണ്ടൽ കുത്തിയിട്ട് വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ബില്ല് കാണിച്ച് തരാം കേട്ടോ. ബില്ല് 1117 രൂപ കേട്ടോ കറണ്ട് ബില്ല് വന്നേക്കുന്നത്. അപ്പുറത്തൊക്കെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളോട് എത്ര ബില്ല് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ബില്ല് കാണാണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നല്ല ബില്ല് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ 400 ചില്ലറ വന്നിട്ടുള്ളൂ. നമ്മളോട് എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പോയി പറയാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ മാത്രത്തിൽ കൂടിയേക്കണു. ഉപ്പാടെ അവിടെ ബില്ല് കുറവ്, പിന്നെ തൊട്ടടുത്തൊക്കെ ബില്ല് കുറച്ച് കുറവാണ്. ഇവിടെ മാത്രം ഉണ്ട് 1000. ഇത്ര വരാറേ ഇല്ല. ആദ്യമായിട്ടാട്ടോ 1000ൻ്റെ അടുത്തേക്ക് വന്നിരിക്കണത്. അപ്പോൾ അങ്ങനെ ഇപ്പം അവിടെ നിന്ന് തിരുമ്പണുണ്ട്. പിന്നെ ഇനി ഉപ്പ തിരുമ്പണ കണ്ടു കഴിഞ്ഞാൽ ഉപ്പാടെ ഡ്രസ്സ് ഉപ്പ തന്നെ തിരുമ്പണം. ആര് തിരുമ്പി കൊടുത്താലും ഉപ്പാക്ക് തൃപ്തിയാവില്ല. അതാണ് ഉമ്മ ഏത് ഞാനും അവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അതിപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും തിരുമ്പിക്കില്ല. ഉപ്പാടെ ഡ്രസ്സ് ഉപ്പ തന്നെ കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഉമ്മാനെ നിങ്ങളുടെ അടുത്ത് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, അവർ വരില്ല, ഞങ്ങൾ വിളിക്കാത്ത കുറവൊന്നുമല്ല, അവർ ഇവിടെ നിൽക്കുക അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് അവിടെ തന്നെ നിൽക്കണം. അവരെ ആ വീട്ടിൽ നിന്നാലാണ് അവർക്ക് ഉറക്കം വരുള്ളൂ. എന്നാലും ഉമ്മൊക്കെ ഇങ്ങടയിലൊക്കെ ആദ്യമൊക്കെ വരുമ്പോൾ അവർക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ വൈകുന്നേരം ഞങ്ങളെ തുണയ്ക്ക് കെടുക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മൊക്കെ വന്നിങ്ങനെ നിൽക്കാറുണ്ട് ഇവിടെ. എടുക്കാനായിട്ടേ വരുള്ളൂ. നേരം വെളുത്ത ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞാലും അവർ നേരം വെളിച്ചാകുമ്പോഴത്തേനും അവർ അങ്ങോട്ട് പോവുക അപ്പുറത്തേക്ക്. അവർക്ക് അവിടെയാണ് പറ്റുള്ളൂ. എന്താ ചെയ്യുക, ചില ആൾക്കാർ അങ്ങനെയല്ലേ, അവരവിടെ തന്നെ നിന്നിട്ട് ശീലമായിട്ടേ അങ്ങനെ. പിന്നെ ഉപ്പാക്ക് ഓരോ ശീലങ്ങളൊക്കെ ഉണ്ട്. ഉപ്പാക്ക് മുറുക്കലുണ്ട്, മുറുക്കും. പിന്നെ സുബൈക്ക് നീച്ചിട്ടൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെയൊക്കെ സ്വയം നീച്ചിട്ട് അവരവരുടേതായ ശീലങ്ങളാണ് അവിടെ. അപ്പോൾ നമുക്കറിയാലോ, അവിടെ കണ്ട് വന്നതല്ലേ. അപ്പോൾ അതൊന്നും ഉപ്പാക്ക് ഇവിടെ വന്നാൽ പറ്റില്ല. അതാണ് ഇപ്പോൾ വന്ന് നിൽക്കാത്തത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, മിനിറ്റിന് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ. പിന്നെ ഉമ്മാക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. ഉമ്മാക്ക് പണിയെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിൻ്റെ പണിയാട്ടോ. അവർ ആദ്യമേ തൊഴിലുറപ്പ് പണിക്ക് പോവാറുണ്ട്. കല്യാണം ഉറപ്പിച്ചിട്ട സമയത്തൊക്കെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഉമ്മ പണിക്ക് പോയിക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ ഉമ്മ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ഉമ്മാടേലേക്ക് ഫോൺ കൊടുത്തിട്ട് ഞാനൊക്കെ ഉമ്മാനായിട്ട് സംസാരിക്കും. അപ്പോൾ ഉമ്മ പറയും ഇപ്പോൾ പണി മാറ്റി വന്നിട്ടുള്ളൂ, അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വർത്താനൊക്കെ പറയും. അപ്പോൾ അവർ ആദ്യമേ ഈ തൊഴിലുറപ്പിന് പോയിട്ടുള്ളതാണ്. അതവർക്ക് ശീലമായി. തൊഴിലുറപ്പ് പറഞ്ഞാൽ അത്ര ഭാരപ്പെട്ട പണിയൊന്നുമല്ല, ശരിക്കും പറഞ്ഞ തൊഴിൽ ഇരിപ്പാണ് കേട്ടോ. നമുക്കറിയാലോ, അങ്ങനെ അത് 10 ഉറുപ്പിക കിട്ടണതല്ലേ, എങ്ങനെ പോയാലും പൈസ കിട്ടും. അപ്പോൾ അത് അത്ര ഭാരപ്പെട്ട പണിയൊന്നുമല്ല. കാരണം അവർക്ക് പോയിട്ട് ശീലമായി. അപ്പോൾ അങ്ങനെ അവർ പണിക്ക് പോകണത്, അല്ലാണ്ട് ആരും പറഞ്ഞേക്കണതൊന്നല്ല കേട്ടോ. അവരങ്ങനെ പോണതാണ്. പിന്നെ ഉപ്പാക്ക് കമ്പനിയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെൻഷനായിട്ടിരിക്കും. ഉപ്പാക്ക് പിന്നെ എർണിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആൾക്ക് അത്യാവശ്യം കിതപ്പും കാര്യങ്ങളൊക്കെയാണ്, എല്ലാ പ്രഷറുണ്ട് ആൾക്ക്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തന്നെ ആൾ വെറുതെ ഇരിക്കുക. എന്നാലും 3 മക്കളാണ് കേട്ടോ. മക്കൾ എത്രയും ചോദിച്ചു, 3 മക്കളാണ്. മൂത്തത് ഗൾഫിലാണ്. മൂത്തതാണ് ഇക്കയാണ് ഏറ്റവും താഴുള്ളത്. മൂത്തതിൻ്റെ താഴുള്ളത് ഒരു താത്തയാണ് കേട്ടോ, ഷെമിത്താത്ത. അപ്പോൾ ഏറ്റവും താഴതാണ് കേട്ടോ ഇക്ക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നെസിക്ക് ഗൾഫിലാണ്, കുവൈറ്റിലാട്ടോ. അപ്പോൾ അവരിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. പിന്നെ ഈ താത്താനെ കാളറോഡ് തൃക്കണായി ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കണത്.
അപ്പോൾ അങ്ങനെ 3 മക്കളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഇവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും എന്താ എല്ലാ കാര്യങ്ങളും ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇവരോട് പണിക്ക് പോകണ്ട പറഞ്ഞാൽ അവർ പണിക്കൊക്കെ പോകട്ടാ, അവരെ ഇഷ്ടമല്ലേ, പിന്നെ എന്താ ചെയ്യുക. പിന്നെ എന്താ വെച്ചെങ്കിൽ എല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ ഒക്കെ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് പറയുകയെന്ന് വെച്ചെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത വീടില്ലല്ലോ ഗൈസ്. ഞാനിപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ കേട്ടോ. എല്ലാതും ഇപ്പോൾ പറയാനൊന്നും പറ്റില്ല, എന്നാലും എന്താ തട്ടലും മുട്ടലൊക്കെ എവിടെ ഏത് വീട്ടിലായാലും ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് ഇല്ലാത്തതൊക്കെ അപൂർവമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തട്ടലും മുട്ടലും കുറേ പിണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാവരും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞില്ല ഞാൻ നോണ പറയാമെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരലും പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ വിളിച്ചാലൊന്നും വരില്ല, അവർക്ക് അവിടെ നിന്നാലൊക്കെ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒക്കെ കമൻറ്റിൽ റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വിവരം പറയാച്ചിട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ലില്ല, എന്താ വെച്ചിങ്ങ പഴഞ്ചൊല്ല് എന്താ വെച്ചിങ്ങ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കേട് എന്താ ഇലയ്ക്ക് തന്നെ അല്ലേ. അതിലുണ്ട് കേട്ടോ എല്ലാതും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും, എല്ലാ കുടുംബത്തും ഉണ്ടാവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തുറന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ വീഡിയോയിലൊക്കെ എല്ലാ കാര്യങ്ങളും എന്താണെന്നൊന്നും നമുക്ക് തുറന്നടിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇല്ലാത്ത വീടുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളോട് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, നോണ പറയല്ല കേട്ടോ ഗേസ്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ പോണത്. അപ്പോൾ എന്തായി ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ. അപ്പോൾ വീട് 3 സെൻറ്റ് വീടായാലും അത്യാവശ്യം വീടിൽ കാണുന്ന അത്ര വലിപ്പം കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വീട് തന്നെയാണ്. 3 സെൻറ്റിലെ വീട് നിങ്ങൾക്ക് അറിയാലോ, അത്ര വലിപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിയിലേക്ക് സ്ഥലമില്ലാത്ത കാരണമാണ് മുകളിലേക്ക് എടുത്തത്. എനിക്ക് സാധാരണ ഓടിട്ട വീടാണ് എനിക്കിഷ്ടം. ഒരുപാട് വലിയ വീട്, വലിയ 2 നില വീട് വേണമെന്നൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഇവിടെ സ്ഥല സൗകര്യം കുറവായത് കൊണ്ടാണ് ഗൈസ് ഇപ്പോൾ 2 നില വീട് വയ്ക്കാൻ കാരണം. മുകളിൽ നോക്കിയ ഒരാൾ കയറുന്നില്ല, മക്കളൊക്കെ ഞങ്ങളൊക്കെ താഴത്ത് തന്നെ കേട്ടോ. മുകളിലേക്ക് എന്താ പറയുക തോരടാനായിട്ട് കയറും, ഡ്രസ്സൊക്കെ ഒന്ന് തോരടാനായിട്ട് കയറും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് അലമാരൊക്കെ മുകളിൽ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാനായിട്ടല്ല കയറുള്ളൂ. വല്ലപ്പോഴും 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഒന്ന് തുടച്ചിടും, അല്ലാണ്ട് ഒരു ഉപകാരമൊന്നും ഇല്ല കേട്ടോ. ഇനി മക്കളൊക്കെ വലുതായി, ചെക്കനൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ അവരെ റൂം അവർക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ആരും പങ്കെടുന്നും കയറുന്നൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒന്നാമത് എനിക്ക് ഇഷ്ടം ഓടിട്ട വീടാട്ടാ, ഓടിട്ട വീട് തന്നെ ഇഷ്ടം. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തറവാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് നല്ല വൃത്തിയിൽ തന്നെ. ഇപ്പോൾ അവിടെ അങ്ങനെ ഉമ്മാക്ക് പണിക്കൊക്കെ പോവല്ലേ, അങ്ങനെ തൊഴിലുറപ്പിനൊക്കെ നേരത്തെ പോവുക. അപ്പോൾ പിന്നെ അവർക്കൊക്കെ അങ്ങനെ ഇട്ടിട്ട് എറിഞ്ഞ് പോവുകയാണ്, ഒന്നും വൃത്തിയാക്കാനോ ഒതുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാനവിടെ ഉള്ളപ്പോൾ എല്ലാം വൃത്തിയാക്കും. ഉമ്മ ഞാനും കൂടിയിട്ട് തന്നെ എല്ലാ പണിയും ചെയ്യും. ഉമ്മ നേരം വെളിച്ചാകുമ്പോൾ ഞാൻ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉമ്മ ഒക്കെ പുറമത്തെ മുറ്റടിക്കൽ ചിലപ്പോൾ തുടച്ച് തരും. അല്ലാതെ ചില്ലറ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് തന്നെ അവർ പണിക്ക് പോവാട്ടോ. അപ്പോൾ ഇപ്പം ഞാനില്ലല്ലോ, അപ്പോൾ ഉപ്പ ഉമ്മ മാത്രമാണ്. അപ്പോൾ അവർ ഒഴിവുള്ള സമയത്ത് പണിയില്ലാത്ത ദിവസം ഈ തൊഴിലുറപ്പ് പറഞ്ഞാൽ 6 ദിവസം പണിയെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കുറേ മസ്റ്റ് എന്താ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിച്ചിട്ടില്ലേ പണി വരിക. അപ്പോൾ അങ്ങനെ അവരില്ലാത്ത സമയത്തൊക്കെ അവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ ഉള്ളപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല വൃത്തിയിൽ എല്ലാ സംഭവമൊക്കെ ഒതുക്കി അടിച്ചു വാരി തുടച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ നന്നായി നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എവിടെ എത്തി പറഞ്ഞ് നമ്മൾ എവിടെ വരെ എത്തി. അടുക്കളയിൽ കൂട്ടാൻ പണി ആയില്ല, മീൻ പൊരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാൻ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനത്തെ കേറുണ്ടായിരുന്നു. അപ്പോൾ അത് കായം പാർട്ടിയത് 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറയാം എനിക്ക് ചൂടപ്പൊടി പൊരിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ആ ചൂടപ്പൊടി പൊരിച്ച് കഴിഞ്ഞാൽ ആ ചൂടപ്പൊടി അങ്ങനെ ഇരിക്കും, പിന്നെ ആ മീൻ പൊരിച്ചത് കൂട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിയട്ടെ, 4 പപ്പടം പൊരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ചൂടപ്പൊടി പൊരിക്കായിരുന്നു 2-3 പ്രാവശ്യം ഇങ്ങനെ പറയുക. അപ്പോൾ പിന്നെ ഇന്ന് അതൊക്കെ എടുത്ത് അങ്ങോട്ട് പൊരിച്ചു. പിന്നെ മോര് കൂട്ടാൻ, പിന്നെ ഉണ്ണിമോൾ കുമ്പളങ്ങി ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മോര് കൂട്ടാനൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഇക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും ആയിട്ടില്ലേ, കൂട്ടാനായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇന്ന് ഒരുമിച്ചൊന്നല്ല കേട്ടോ ഭക്ഷണം കഴിക്കണക്കാർക്ക് വിശന്നിട്ടായിരിക്കണത്. ഇന്ന് കുറച്ച് അലച്ചിലും തിരിച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ നേരത്തെ ഭക്ഷണം കഴിച്ച് പിന്നെ ഒന്നും ഇടയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ പിന്നെ നല്ല വിശപ്പായിരുന്നു ആൾക്ക്. അപ്പോൾ പിന്നെ വെപ്രാളം പിടിച്ചിട്ടാട്ടോ കൂട്ടാൻ പണിയും കാര്യങ്ങളൊക്കെ നോക്കണത്. വിശന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളം. അത് എന്താണാവോ മക്കൾക്കും അതായിട്ട് മക്കളിങ്ങനെ വിശന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വെപ്രാളല്ലേ അല്ലേ. അവർ വിശന്നിട്ട് ഇരിക്കണതിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ, വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. അതുപോലെ അങ്ങനെ വിശന്നിട്ടിരിക്കുക വെച്ചെങ്കിലും ഭയങ്കര ഒരു വെപ്രാളാട്ടേക്ക്. അങ്ങനെ വേഗമൊക്കെ അതാ കൂട്ടാൻ തൂമിക്കുകയാണ് കേട്ടോ. മീൻ പൊരിച്ചിട്ട് കണ്ടില്ല, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നോക്കി ഒക്കെ തെറിച്ച് ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സഞ്ചാരമായിട്ട്. ഇനി അത് കഴിഞ്ഞാൽ അടുപ്പന്താറൊക്കെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് അങ്ങോട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ തുടച്ച് വൃത്തിയാക്കുക. പിന്നെ നിലം തുടക്കലൊക്കെ സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. തുടക്കൽ കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി കൂട്ടാനായി നല്ല രസമുണ്ടായിരുന്നു. ചീനമുളകൊക്കെ ഇട്ട് ഒക്കെയാണ് കൂട്ടാൻ വെച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടപ്പൊടി പൊരിച്ചത്, ഞാൻ മീൻ പൊരിച്ചത് കൂട്ടിയില്ല കേട്ടോ. എനിക്ക് മാങ്ങച്ചാറ്, എനിക്ക് കൂടുതലും മീൻ പൊരിച്ചോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഈ ചമ്മന്തി പിന്നെ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2-3 പീസൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പറഞ്ഞൊന്ന് ഈ അടുപ്പും തറങ്ങളും തുടച്ച് വന്നിട്ട് ചോറ് മതി. അപ്പോഴത്തേനും ഫോണിൽ എന്തോ ഗെയിം കളിക്കുകയാണ്, അതങ്ങോട്ട് ജയിപ്പിക്കട്ടെ വെച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പ് തുടയ്ക്കുക, പാത്രം കഴുകണ പീരോണ്ട് തന്നെ കേട്ടോ. ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങനെ കഴുകുക. പിന്നെ ഈ ബേസും കഴുകാൻ ഞാൻ വേറൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ അതിനൊക്കെ ഒരു കമൻറ്റ് വരും, വൃത്തിയില്ല, അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരും. പക്ഷേ എനിക്ക് നല്ല വൃത്തി തന്നെ കേട്ടോ ഗൈസ്. നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല ഇതിലേക്ക് നോക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഉള്ളി നന്നാക്കിയിട്ട് സോഫയുടെ മുകളിൽ വെച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, പപ്പടം പൊരിച്ചിട്ട് ഞാൻ അടുപ്പും തറയുടെ മുകളിൽ തന്നെ വെച്ചതുകൊണ്ടാണെന്ന് അറിയില്ല. പപ്പടം വരുന്ന തുണി ഞാൻ ഈ തുടയ്ക്കണ തുണി കൊണ്ടൊന്നല്ല ഞാൻ പപ്പടം എന്താ പറയുക ഇട്ട് വയ്ക്കണ പാത്രം തുടച്ചത്. വേറെ നല്ലൊരു തുണി അവിടെ നിന്ന് ഞാൻ എടുത്ത് കൊടന്നിട്ട് ഉണ്ണിമോൾ ഇടാത്തൊരു ബനിയൻ ഉണ്ടായിരുന്നു. നമ്മൾ വേണ്ടാത്ത തുണികളൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പം തറൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നാശമായി കഴിഞ്ഞാൽ മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ തുണികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ഞാൻ എടുത്ത് കൊടന്നിട്ടാട്ടോ ഞാൻ ആ പാത്രം തുടച്ചത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വൃത്തിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. വൃത്തിയില്ലേ ശൗലത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ നീറ്റായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കണത്. ഇനിയിപ്പോൾ പറയുകയാണ്, ഇനി കമൻറ്റ് നമുക്ക് എങ്ങനെ വേണേലും ബാക്ക് കമൻറ്റ് ഇടുകയൊക്കെ ഇഷ്ടംപോലെ പേരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള മറുപടി നമുക്ക് എങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ നമുക്ക് എന്താ പറഞ്ഞു തരണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒക്കെ ഞാൻ കണ്ണിങ്ങായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ കഴുകിയിട്ടൊക്കെ തന്നെയാണ് എവിടെ വെച്ചിട്ട് നന്നാക്കി വെച്ചാണെങ്കിലും ഞാൻ ഉണക്കമുളക് അടക്കം ഞാൻ കഴുകിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുക. അപ്പോൾ ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്നതല്ലേ, അവിടുന്ന് ഇവിടുന്നൊക്കെ കൂത്ത് മറിച്ചിട്ട് സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തണത്. അപ്പോൾ അതൊക്കെ അറിയാം. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി തന്നെയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ വൃത്തിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഇറിറ്റേഷൻ, അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എനിക്കറിയാലോ ഞാൻ ചെയ്യണം അടുക്കള ജോലി ആയാലൊക്കെ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, അതാട്ടെ ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എവിടെ എത്തി അടുപ്പന്താറൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ സിറ്റൗട്ടി എന്താ പറയുക വർക്ക് ഏരിയ എത്തിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ എന്തായിരുന്നു അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. തുടയ്ക്കുമ്പോൾ ഞാൻ എല്ലാ ഭാഗവും തുടയ്ക്കും. ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണ സ്ഥലം അടക്കം അതൊക്കെ ഡപ്പകളൊക്കെ മാറ്റിയിട്ടൊക്കെ ഞാൻ തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്, കഴിഞ്ഞാൽ തുടയ്ക്കൽ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ ലൈക്ക് ഇങ്ങനെ വന്ന് നിൽക്കണതൊക്കെ നിങ്ങൾക്ക് കാണാനില്ലേ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാ വന്നിങ്ങനെ ചോറ് ചോദിക്കുകയാണേ. അപ്പോൾ അതാണ്ട് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, തുടയ്ക്കൽ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് നിൽക്കുകയാണേ. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റാണ് ഈ കൊട്ടത്തളൊക്കെ ഒന്ന് വൃത്തിയാക്കൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര വെപ്രാളത്തിലാട്ടോ അതൊക്കെ ചെയ്യണത്. വന്ന് നിൽക്കണ നോക്ക്, നിങ്ങൾക്ക് കാണാനൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഓരോന്നൊക്കെ വർത്താനൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വല്ലാത്തൊരു തൊട തന്നെയാണ് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇക്കാക്ക് ഇതാ ചോറ് കൊടുത്തു കേട്ടോ. വിശന്നിട്ട് ഇരുന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചോദിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ എൻ്റെ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒക്കെ പറഞ്ഞു ഈ ഏക്കിട്ട് ചോറ് കിട്ടിയിരുന്നിട്ട് ഈ തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 10 മണിക്ക് ചായ കുടിക്കണത്, അത് തന്നെ വിശക്കണമൊന്നുമില്ല. അങ്ങനെ എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരുമിച്ചിട്ടൊന്നല്ല കഴിച്ചേക്കണത്. അപ്പോൾ എൻ്റെ മേലൊക്കെ ഞാൻ കൈയൊക്കെ നന്നായി സോപ്പിട്ട് കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. തുടച്ച പാടെ വന്നാൽ കൈയോടല്ല കേട്ടോ ചോറ് കഴിക്കണത്. നന്നായി സോപ്പിട്ട് കഴുകി കൈയും കാലൊക്കെ കഴുകി മോറൊക്കെ കഴുകിയിട്ട് തന്നെ ചോറ് കഴിക്കണത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ
ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളേ. അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.